ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഫാക്ടിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ദ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് അപ്രന്റീഷിപ്പിനാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഒരിക്കലും ഇതൊരു ജോലിയല്ല, അപ്രന്റീഷിപ്പ് പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ എന്ത് ചെയ്യാം, അപ്രന്റീഷിപ്പിന് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതിന് ഗൂഗിൾ ഫോം ഉണ്ട്, അതിൽ എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതോടൊപ്പം ഓഫ്ലൈനായിട്ട് നമുക്കൊരു ഫോം ഉണ്ട്, അത് പ്രിൻ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ അതിലുള്ള A to Z കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഒരു വർഷത്തേക്കുള്ള അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സ്റ്റൈപ്പൻഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്, 5000 പെർ മന്താണ് നമുക്ക് ലഭിക്കുക. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫിറ്റർ, മെഷീനിസ്റ്റ്, അതുപോലെ ഇലക്ട്രീഷ്യൻ, പ്ലംബർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, അതുപോലെ കാർപ്പൻറ്റർ, നിങ്ങൾക്ക് മെക്കാനിക് ഡീസൽ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, പെയിൻറ്റർ, കോപ്പ, ദെൻ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിൽ നിങ്ങൾക്ക് എന്താണ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിലുള്ളവർക്ക് മാത്രമേ വേക്കൻസി ഉള്ളൂ എന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതിൻ്റെ വേക്കൻസി നമ്പർ ഓഫ് വേക്കൻസി കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കും കേട്ടോ. മറ്റു ഇതിന് ഇക്വലൻ്റ് ആയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ എലിജിബിലിറ്റി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന NCVT അപ്രൂവ്ഡ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ 60% മാർക്ക് നമുക്ക് ഉണ്ടായിരിക്കണം. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50% മാർക്കുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ആവുന്നതാണ്. കേരളത്തിലുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കേട്ടോ. മറ്റ് അതർ സ്റ്റേറ്റിലുള്ളവർക്ക് എന്താണ് നോട്ട് എലിജിബിൾ ആണ്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. കേരളത്തിലുള്ളവർ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 23 വയസ്സ് കഴിയാൻ പാടില്ല. ഏജ് റിലാക്സേഷൻ ഉണ്ട് പറയാം. 1/4/2024 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നാൽ ഈ പറയുന്ന ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 23 കണക്കാക്കുന്നതിന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഡേറ്റിൻ്റെ ശേഷം ജനിച്ചവരായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഇനി OBC ആണെങ്കിൽ നിങ്ങൾക്ക് 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 28 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അവർക്ക് OBC ആണെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഡേറ്റിന് ശേഷം ഈ ഡേറ്റിന് ശേഷമോ ജനിച്ചവരായിരിക്കണം. SC/ST ആണെങ്കിൽ ഈ പറയുന്ന 2/4/1996 ഇതിന് ശേഷമോ ജനിച്ചവരായിരിക്കണം കേട്ടോ. പിന്നെ ഇത് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രേഡ് വൈസ് ആയിട്ട് ഫിറ്ററിന് 24, മെഷീനിസ്റ്റിന് 8, ദെൻ ഇലക്ട്രീഷ്യൻ 15, പ്ലംബർ 4, ദെൻ മെക്കാനിക് മോട്ടോർ വെഹിക്കിളിന് 6, ദെൻ കാർപ്പൻറ്റർ 2 വേക്കൻസി, മെക്കാനിക് ഡീസൽ 4 വേക്കൻസി, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് 12 വേക്കൻസി, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 9 വേക്കൻസി, പെയിൻറ്റർ 2 വേക്കൻസി, കോപ്പർ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് 12 വേക്കൻസി, ആകെ മൊത്തം 98 വേക്കൻസിയാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫാക്ടിൻ്റെ വെബ്സൈറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്യണം. അത് ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോമാണ് ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് കാണിക്കാം ഇവിടെ. ഈ ഗൂഗിൾ ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. അതെങ്ങനെയാണ്, എവിടുന്നാണ് അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഈ പറയുന്ന ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് 25 മെയ് 20 ഉള്ളിൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പ്രിൻ്റ് ഔട്ട് എടുക്കണം. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മളത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന സ്കാൻഡ് കോപ്പീസ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, ITIയുടെ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ SC/ST OBC ആണെങ്കിൽ നിങ്ങൾ അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി, OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ ആധാർ കാർഡ് ചെയ്യണം, ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഈ പറയുന്ന PWBD കാൻഡിഡേറ്റ്സ്, അതായത് ശാരീരികമായി വൈകല്യങ്ങളുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങളിപ്പം ഫാക്റ്റിൽ നിങ്ങളുടെ എന്താണ് ഈ പറയുന്ന ഫാദറോ മദർ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ അവരുടെ ആ ഒരു കെയർ ഓഫിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്തിനകത്ത് അപ്ലോഡ് ചെയ്യണം കേട്ടോ. അങ്ങനെയുള്ളവരാണ് നമുക്കിത് ബാധകമല്ല. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന ഓഫ്ലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. ഓക്കെ, യാതൊരുവിധ അപേക്ഷ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ഓഫ്ലൈനായിട്ട് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സാണ് ഇവിടെ നിങ്ങൾക്ക് സീനിയർ മാനേജറിന് തുടങ്ങിയിട്ട് പിൻകോഡ് സഹിതം ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 25 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ റിസീവ് ചെയ്യും. ഈവനിങ് 5 മണി വരെ നിങ്ങൾക്ക് അവിടെ റിസീവ് ചെയ്യും. ഓക്കെ, ഈ പറയുന്ന എന്താണ് നമ്മൾ ഈ പറഞ്ഞ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തത് പ്രിൻ്റ് എടുത്ത് അതിൻ്റെ നമ്മളൊരു ഫോം ഉണ്ട്, അത് പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആവശ്യമായുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വെച്ചോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓഫ്ലൈനായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം അയച്ചു കൊടുക്കാൻ. ഈ പറയുന്ന അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ സ്പീഡാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പലരും നമ്മളെ വീഡിയോ ലാഗാന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇമെയിൽ വഴി നമ്മൾ അറിയിക്കും കേട്ടോ. മെറിറ്റ് ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് ഇമെയിൽ വഴി അറിയിക്കും. ഇടയ്ക്കിടയ്ക്ക് മെയിൽ ചെക്ക് ചെയ്യണം. പിന്നെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അപ്രന്റീസ്ഷിപ്പ് നാപ്സിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നാപ്സ് ITI കഴിഞ്ഞവർക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ നാപ്സിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യണം. ജസ്റ്റ് നാപ്സ് ഒന്ന് ഓപ്പൺ ആയി കാണിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നാപ്സ്. അപ്പോൾ നാപ്സിൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ലോഗിൻ ഒരു രജിസ്റ്റർ എന്നുള്ള ബട്ടൻ്റെ കാൻഡിഡേറ്റ്സ് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ആസ് കാൻഡിഡേറ്റ്സ് ഇവിടെ രജിസ്റ്റർ ആസ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ITI സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ITIയുടെ റോൾ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഡാറ്റ ഫെച്ച് ചെയ്യാം. അങ്ങനെ ഇതിൽ രജിസ്റ്റർ ചെയ്യണം.
അങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നാപ്സിൽ എന്ത് ചെയ്യണം, നാപ്സിൽ രജിസ്റ്റർ ചെയ്യണം. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ നാപ്സിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളെ മാത്രമേ പരിഗണിക്കുമെന്ന് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാൻ മറന്നു പോകരുത്, നാപ്സിൽ രജിസ്റ്റർ ചെയ്യാണ്. ഇനി അതിനുശേഷം അവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, അതിലേക്കുള്ള സെലക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ SSLCയുടെയും ITIക്കും കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ ആ ഒരു പെർസെൻറ്റേജിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് SSLCയിലും ITയിലും അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് സെലക്ഷന് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, മറ്റ് യാതൊരുവിധ എക്സാമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതിലേക്ക് നിങ്ങൾക്ക് SSLCയുടെയും ITIക്കും കിട്ടിയിരിക്കുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് തരും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ആളുടെ ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഏറ്റവും കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇവിടെ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് ഓൺലൈനായിട്ട് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നാപ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നാപ്സിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ നാപ്സ് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നാപ്സിൽ എന്ത് ചെയ്യണം, നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ഓക്കെ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു ഗൂഗിൾ ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക, പേര് കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക. അതാണ് സ്റ്റെപ്പ് 1 കേട്ടോ. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പറയുന്ന നാപ്സിൽ രജിസ്റ്റർ ചെയ്യലാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്തിട്ട് സ്റ്റെപ്പ് 2 ആയിട്ട് നമുക്കിത് പരിഗണിക്കാം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നാപ്സിൽ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്തേ ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കമൻറ്റിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലും ചോദിക്കാൻ, നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റയിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നാപ്സിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതാ നമ്മുടെ സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ആവുന്നുള്ള ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഇവിടെ നിങ്ങൾക്ക് മെയിൽ ID, പേര്, അഡ്രസ്സ് കൊടുക്കാം, പിൻ കോഡ് കൊടുക്കാം, മൊബൈൽ നമ്പർ കൊടുക്കാം. ദെൻ കാൻഡിഡേറ്റ് കോഡ്, അതായത് നാപ്സിൽ നമ്മുടെ ID കോഡ് ഉണ്ടല്ലോ, നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും, അല്ലെങ്കിൽ ഒരു ID കോഡ് കിട്ടും, ആ യൂസർ ID കിട്ടും. ആ യൂസർ ID ആണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നാപ്സിൽ രജിസ്റ്റർ ചെയ്യണം, നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നാപ്സിൽ ജസ്റ്റ് നമ്മളൊരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കാം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം, ഏജ് നമ്മൾ കൊടുക്കാം. ഈ പറയുന്ന 1/4/2024 നമുക്ക് എത്ര ഏജ് ആണെന്നുള്ളത് നമ്മൾ കൊടുക്കാം. ദെൻ മെയിൽ ഓർ ഫീമെയിൽ ഏതായിരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാം. ദെൻ ഫാദറിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നമ്മുടെ പേര്, ഫാദറിൻ്റെ പേര് അതുപോലെ കൊടുക്കാം, മദറിൻ്റെ പേര് അതുപോലെ കൊടുക്കാം. കാറ്റഗറി നമ്മൾ ഏതാണ്, SC/ST OBC ഏതായിരിച്ചാൽ നിങ്ങളത് കൊടുക്കാവുന്നതാണ്. ദെൻ പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന SC/ST OBC ഇങ്ങനെ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഇവിടെ ഡേറ്റ് കൊടുക്കാം. അതിനുശേഷം ഫാക്റ്റിൽ നമ്മുടെ ഫാദറോ മദറോ ആരെങ്കിലും എന്താണ് ജോലി ചെയ്തിരുന്നോ അല്ലെങ്കിൽ ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ നോ കൊടുക്കുക, ആണെങ്കിൽ യെസ് കൊടുക്കുക കേട്ടോ. ഡിസിപ്ലിൻ ഇവിടെ ചോദിക്കുന്നത് ഏതാണ് നമ്മൾ പഠിച്ചതെന്നുള്ളതാണ്. ഫിറ്ററാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഇയർ ആൻഡ് മന്ത് ഓഫ് പാസിംഗ്. അപ്പോൾ ഫിറ്റർ നമ്മൾ എന്നാണ് പാസ് ഔട്ട് ആയതെന്നുള്ള ഇയറും മന്തും ഡേറ്റും കൊടുക്കുക. അതിനുശേഷം ടോട്ടൽ മാർക്ക്, എത്ര മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1000-ൽ നമുക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, 600 മാർക്കാണോ അല്ലെങ്കിൽ 600 മാർക്കാണോ എന്ന് ടൈപ്പ് ചെയ്യാം നമ്മൾ. അതിനുശേഷം അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, നിങ്ങൾക്ക് 60% അല്ലെങ്കിൽ 65% എന്ന് വെച്ചാൽ നിങ്ങൾ അതിനെന്ത് ചെയ്യുക, നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മാർക്ക്, ഔട്ട് ഓഫ് എത്രയാണെന്ന് അറിയില്ല, ഓരോരുത്തർക്കും നിങ്ങൾ നോക്കുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകും അതിൻ്റെ മാർക്കൊക്കെ കേട്ടോ. 1200 എത്ര വെച്ചാൽ നിങ്ങൾ അനുസരിച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് സ്ഥാപനത്തിൽ നമ്മൾ പഠിച്ചാൽ അതിൻ്റെ പേര് കൊടുക്കാം. അതിനുശേഷം റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് ഫോട്ടോഗ്രാഫോടെ ആഡ് ഫയൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ നമ്മുടെ എന്താണ് കമ്പ്യൂട്ടറിനോ അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിൽ നിങ്ങൾ മൊബൈലിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബ്രൗസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിടുക. ഓക്കെ, ജസ്റ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. പിക്ചറിൻ്റെ ഒരു എന്താണ് സിമ്പിളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ സിഗ്നേച്ചർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതുപോലെ നമ്മൾ SSLC സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിൽ 150 KB ഫയൽ സൈസ് കൂടാനും പാടില്ല കേട്ടോ. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, PDF ഫോർമാറ്റിലാക്കി നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ആധാർ കാർഡ് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്തിട്ട് നമ്മളിവിടെ 150 KB കൂടാൻ പാടില്ല, PDF ആഡ് ചെയ്യണം. പിന്നെ നമ്മുടെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ITI അല്ലെങ്കിൽ ITC സർട്ടിഫിക്കറ്റ് ഏതാ നമ്മൾ PDF ഫോർമാറ്റിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ITയുടെ മാർക്ക് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ SC/ST OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ അവിടെ OBC അല്ലെങ്കിൽ SC/ST സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ഫയൽ കൊടുക്കണം. ജനറൽ ആണെങ്കിൽ നമ്മളൊന്നും അവിടെ ആഡ് ചെയ്യേണ്ട. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഫാക്ടറിയിൽ നിങ്ങളുടെ ഫാദറോ മദറോ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളവിടെ ആഡ് ചെയ്യണം. നമ്മളവിടെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്യേണ്ട. എന്നിട്ട് ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക കേട്ടോ. അങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുത്തിട്ട് ഇപ്പം ഞാനൊരു ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ വെറുതെ നമ്മളൊരു ഈ പർപ്പസ് ആയതുകൊണ്ട് നമ്മൾ സബ്മിറ്റ് കൊടുത്ത് കാണിക്കുന്നില്ല. നിങ്ങൾ സബ്മിറ്റ് കൊടുത്തിട്ട് നമുക്കത് പ്രിൻറ്റ് ഓപ്ഷൻ എന്തെങ്കിലും വരുന്നുണ്ടല്ലോ, ആ പ്രിൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കുക എന്നുള്ളതാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി വന്നിട്ടില്ലെങ്കിൽ പ്രിൻറ്റ് ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഗൂഗിൾ ഫോമാണ്, ജസ്റ്റ് പ്രിൻറ്റ് ഓപ്ഷൻ വന്നോളുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കത് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. അത്രയേ ഉള്ളൂ, വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇനി മൂന്നാമത്തെ കാര്യം, സ്റ്റെപ്പ് 1 നമ്മൾ നാപ്സിൽ രജിസ്റ്റർ ചെയ്തു. സ്റ്റെപ്പ് 2 നമ്മൾ എന്താണ് ഫാക്ടിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തു. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കിവിടെ അപ്ലിക്കേഷൻ ഫോമാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അപ്ലിക്കേഷൻ ഫോം ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം.
ഇത് പ്രിൻ്റ് എടുക്കാം. ഇവിടെ ഓഫീസ് യൂസ് ആണ്, മോളിൽ ഒന്നും ചെയ്യേണ്ട. അവിടെ നിങ്ങളൊരു റീസെൻറ്റ് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫോടെ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക, നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത സെയിം. ദെൻ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് ഇതൊക്കെ ബ്ലോക്ക് ലെറ്ററിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക, ആധാർ കാർഡ്, ദെൻ നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുക, ആധാർ കാർഡിൽ അതേ സെയിം അഡ്രസ്സ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക. പിന്നെ നിങ്ങൾ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ ആ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക, നിങ്ങൾ എഴുതി കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഏജ് എത്രയാണെന്നുള്ളത് കൊടുക്കുക. ദെൻ ജെൻഡർ, ഫാദറിൻ്റെ പേര്, പിന്നെ നിങ്ങൾ SC ST OBC ഏതാഴ്ച നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്യുക, ഏത് കാറ്റഗറി അടിച്ചാൽ, അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മറ്റ് അതേഴ്സ് ആണെങ്കിൽ അതിൽ നിന്നുള്ള സെലക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഓക്കെ, റിസർവേഷൻ ഉണ്ടെങ്കിൽ ഇല്ലേ നിങ്ങളത് ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. ദെൻ ഏത് ഡിസിപ്ലിൻ ആണ്, ഫിറ്റർ ആണെങ്കിൽ ഫിറ്റർ ഏതാഴ്ച നിങ്ങളത് ടിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഏതാണ് നിങ്ങളുടെ ട്രേഡ് അടിച്ചാൽ നിങ്ങളത് ഇതിന് നേരെയുള്ള ആ ഒരു ബോക്സിൽ ടിക്ക് ചെയ്യുക. ഇതിനതോടൊപ്പം തന്നെ നമ്മൾ ഫാദർ മദർ നേരത്തെ അത് ഗൂഗിൾ ഫോമിൻ്റെ അതേ സെയിം സംഭവം തന്നെ, യെസ് ഓർ നോ എന്നുള്ളതാണ്, അത് കൊടുക്കുക. ദെൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ SLC മുതൽ നമ്മളിവിടെ ഫില്ല് ചെയ്ത് പോരാ, IT ഫില്ല് ചെയ്യുക, എന്നിട്ട് നമ്മൾ സൈൻ ചെയ്യുക, ഡേറ്റ് ചെയ്യുക, സൈൻ ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. ഓക്കെ, അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇതിൽ വ്യക്തമായിട്ട് ഞാനിത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്കൂടെ കാണാം. സീനിയർ മാനേജർ തുടങ്ങിയിട്ട് അഡ്രസ്സിലേക്ക് നമ്മൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം വേണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് വേണം, IDൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വേണം, ആധാർ കാർഡ് ഇത് വേണം. എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എന്ത് ചെയ്യണം, ഈ പറയുന്ന പ്രിൻ്റ് എടുത്ത നമ്മുടെ അപേക്ഷാ ഫോമും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ചെയ്താൽ നമ്മുടെ ജോലി പൂർത്തിയായി എന്ന് പറയാം. ഓക്കെ, പിന്നെ നമുക്കൊന്ന് ചെയ്യുന്നത്, പിന്നെ നമ്മളെ മെയിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി. അതിലേക്ക് അതിൻ്റെ മെസ്സേജ് കാര്യങ്ങളൊക്കെ വരും അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.